ബണ്ണിനുള്ളിൽ വെച്ച ഹോട്ട് ആൻഡ് സ്പൈസി വെജ് പാറ്റി സാൻഡ്വിച്ച്. തക്കാളി, സവാള, ചീര, പിന്നെ അമുൽ ചീസും. ഈ വെജ് ബർഗർ സുഹൃത്തുക്കളോടൊപ്പം ആസ്വദിക്കാവുന്ന രുചികരമായ ഒരു സായങ്കാല ലഘുഭക്ഷണമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബർഗർ ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ ഇവയാണ്. വെജ് പാറ്റിക്ക് വേണ്ട ചേരുവകൾ: 1 സ്പൂൺ അമുൽ നെയ്യ്, 1 സ്പൂൺ അമുൽ ബട്ടർ, 1 ടേബിൾ സ്പൂൺ അമുൽ ചീസ് സ്പ്രെഡ്, 1 അമുൽ ചീസ് സ്ലൈസ്, 1/2 കപ്പ് വേവിച്ച പീസ്, 3-4 വലിയ വേവിച്ച ഉരുളക്കിഴങ്ങ്, 1/2 കപ്പ് അരിഞ്ഞു വേവിച്ച ക്യാരറ്റ്, ഇടത്തരം വലിപ്പമുള്ള വട്ടത്തിലരിഞ്ഞ ഉള്ളി 1, ഇടത്തരം വലിപ്പമുള്ള വട്ടത്തിലരിഞ്ഞ തക്കാളി 1, 2 പച്ചമുളക് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, കുറച്ച് പാലക് അഥവാ ചീരയില, 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്, ബ്രെഡ് ബൺ 1. ആവശ്യമായ സുഗന്ധവ്യഞ്ജനങ്ങൾ: 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 സ്പൂൺ ചുവന്ന മുളകുപൊടി, 1/2 സ്പൂൺ ഗരം മസാല പൊടി, 8-1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്. ആദ്യത്തെ പടി സ്പൈസിയായ വെജ് പാറ്റി മാവ് തയ്യാറാക്കുകയാണ്. അതിനായി വേവിച്ച് തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങ് ഒരു വലിയ പാത്രത്തിൽ എടുത്ത് നന്നായി പൊടിക്കുക. സുഗന്ധവ്യഞ്ജനങ്ങൾ: ഗരം മസാല, അരിഞ്ഞ മല്ലിയില, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, അരിഞ്ഞ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിനുശേഷം വേവിച്ച പീസും ക്യാരറ്റും ഇതിലേക്ക് ചേർക്കുക. ബ്രെഡ് ക്രംസും അല്പം ഉപ്പും ഉടച്ച ഉരുളക്കിഴങ്ങിൽ ചേർത്ത് എല്ലാ ചേരുവകളും കൂട്ടി നന്നായി ഇളക്കുക. ഈ കട്ടിയുള്ള മിശ്രിതമാണ് നിങ്ങളുടെ പാറ്റിക്കുള്ള മാവ്. ഇതിൽ നിന്നൊരു ചെറിയ ഭാഗമെടുത്ത് ചെറിയ ഉണ്ടയാക്കി ഉരുട്ടുക. അതിനുശേഷം ഒരേ കനത്തിൽ വൃത്താകൃതിയിൽ പരത്തുക. നിങ്ങളുടെ സ്പൈസി പാറ്റി ഇപ്പോൾ വറുക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഫ്രൈ ചെയ്യുവാൻ പരന്ന ചട്ടിയിൽ അമുൽ നെയ്യ് ഒഴിച്ച് നന്നായി സ്പ്രെഡ് ചെയ്യുക. നെയ്യ് ചൂടാകുമ്പോൾ പാറ്റി ചട്ടിയിലേക്കിട്ട് സാവധാനം മൊരിയാൻ അനുവദിക്കുക. ഒരു ചട്ടുകം അഥവാ തവി കൊണ്ട് പാറ്റിയിൽ സാവധാനം അമർത്തുകയും നെയ്യ് ആഗിരണം ചെയ്യാനായി ചട്ടിയിൽ ചുറ്റും ശ്രദ്ധാപൂർവം വട്ടം കറക്കുകയും ചെയ്യുക. അല്പസമയം കഴിഞ്ഞ് അത് തിരിച്ചിടുക. പുറം ഭാഗം നല്ലതുപോലെ ക്രിസ്പും ഗോൾഡൻ നിറവുമാകുന്നതുവരെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടുകൊണ്ടിരിക്കുക. നിറം കണ്ട് നിങ്ങൾക്ക് വേവ് എത്തിയതായി മനസ്സിലാക്കാനാവും. ഒരു വശത്ത് തക്കാളി നേർത്ത കഷ്ണമായി മുറിച്ചെടുക്കണം. നിങ്ങളുടെ ബർഗറിലേക്കുള്ള ലെയറാണിത്. ഉള്ളിയും ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇനിയാണ് ഇതിന്റെ അന്തിമ ഭാഗം വരുന്നത്. ബർഗർ ബേസ് എടുത്ത് അതിൽ നല്ലതുപോലെ അമുൽ ബട്ടർ പരത്തുക. അതിന്റെ മുകളിലായി അമുൽ ചീസ് സ്പ്രെഡ് വെക്കുക. അടുത്തതായി ബർഗർ ബേസിൽ കുറച്ച് പാലക് അല്ലെങ്കിൽ ചീരയില അരിഞ്ഞത് വെക്കുക. ചീരയുടെ മേൽ തക്കാളിയും ഉള്ളിയും വെക്കണം. അതിനു മുകളിൽ ചൂട് പാറ്റി വെക്കുക. അതിനു മുകളിൽ അമുൽ ചീസിന്റെ ഒരു ഫുൾ സ്ലൈസ് ചീസ് വെക്കുക. ഇനി ഇതിനെ ബണ്ണിന്റെ മറ്റേ ഭാഗം കൊണ്ട് മൂടുക. നിങ്ങൾ കൊതിയോടെ കാത്തിരുന്ന സ്വാദിഷ്ടമായ സ്പൈസി ചീസി വെജിറ്റബിൾ ബർഗർ തയ്യാറായിരിക്കുന്നു. ചൂടോടെ ക്രിസ്പിയായി തന്നെ കഴിക്കുക.